വെൽക്കം ടു അവർ SPD സിബ്ലിങ്സ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലക്സിലെ 100 Days ഡ്രാഫ്റ്റ് സർവൈവൽ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. ഗായ്സ്, നമുക്ക് ആളൊഴിയുന്നൊരു സ്ഥലത്തോട്ട് റൂം ഇടാം. ഇവിടെ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് 3 പേർക്ക് ഞാൻ റൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്നവരാണ് ഇവർ 2 പേരും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അടുത്തൂടെ ഒരു കട്ട് സീൻ വന്നിട്ടുണ്ട്. എന്താ നോക്കാം, നമ്മൾ വേറോട്ടോട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഐലൻഡിലോട്ട് വന്ന് പെടുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. സർവേ 101 days എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇങ്ങനെ ഫയറിൻ്റെ ഒക്കെ വെക്കുന്ന ഒരു ഫെയർ ലെവൽ എന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾ കൊണ്ടുവന്ന് ഇവിടെ വുഡൊക്കെ ഇട്ടിട്ട് ലെവൽ 2 ആക്കിയിട്ടുണ്ട് ഫയറിൻ്റെ. നമ്മൾ വുഡ് കൊണ്ടിട്ട് ലെവൽ 2 ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഒരു ചെങ്ങാട പകുതി കാണുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാം. നമുക്ക് എങ്ങോട്ടാണെന്ന് ചെയ്ത ഐലൻഡിലോട്ട് വേണമെങ്കിൽ നമുക്ക് നിർത്തുകയൊക്കെ ചെയ്യാം. ഇത് ഈ സൈഡിൽ ഈ ഒരു ഷെല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷെല്ലെന്ന് വെച്ചാൽ ഈ ഷെല്ല് വെച്ച് നമുക്ക് പല സാധനങ്ങളും മേടിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കെന്തോ ഒരു ബാരൽ പോലത്തെ ഒരു ഇതാണ് ഇട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്മാൾ സാക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സാക്കുകളുണ്ട്. ഈ സാക്ക് വെച്ച് നമുക്ക് പല സാധനങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഓൾഡ് ആക്സും കിട്ടിയിട്ടുണ്ട്. ആക്സ് വെച്ച് നമുക്ക് മരമൊക്കെ മുറിക്കാം. എന്നിട്ട് ആ ഉള്ള മരങ്ങളെല്ലാം നമുക്കിവിടെ സ്റ്റോർ ചെയ്തിടാം. കിട്ടിയ മരങ്ങളെല്ലാം നമുക്ക് ഈ ഫയറിൻ്റെ അവിടെ കൊണ്ടിടുമ്പോൾ ഇതിൻ്റെ ലെവല് കൂടും. ഈ ബാരൽ എനിക്ക് തോന്നുന്നു ഫയർ ഇടാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. എന്തത് ക്രാഫ്റ്റർ. ഇതൊരു ക്രാഫ്റ്ററാണ് എന്തോ. നമുക്ക് തോന്നുന്നു ഇവിടെ ഓരോന്നൊക്കെ ഇടുമ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. ഞാനിത് പോയി നോക്കട്ടെ. അതിനകത്ത് ക്രാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേ കേസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് പോയി വുഡ് ഇങ്ങനെ വെള്ളത്തിൽ കിടപ്പുണ്ട്, അതൊക്കെ കളക്ട് ചെയ്യാം. നമുക്കിത് കളക്ട് ചെയ്തിട്ട് ഈ ഒരു ആദ്യം നമ്മൾ ഈ ഫയറിനെ ലെവൽ നന്നായിട്ട് കൂട്ടണം. അപ്പം ഈ ഒരു ചുറ്റിനുള്ള ഒരു വട്ടം കൂടും. ഈ ഒരു വട്ടം വെച്ചാൽ പ്രൊട്ടക്ഷനാണ്. ഈ ഒരു സർക്കിളിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ നമുക്ക് കാണത്തില്ല. പലരും റോബ്ലക്സിൽ ഒരു 101 Days സർവൈവൽ കളിച്ചിട്ടുണ്ടായിരിക്കും. 99 Nights in Forest. ആ ഒരു ഗെയിം വേണമെങ്കിൽ നിങ്ങളെല്ലാവരും പറയുക. അപ്പം ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഗെയിം പോലെ തന്നെയാണ് ഇതിലും. അവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സീയും അത് ലാൻഡിൽ വന്നേ ഉള്ളൂ. റോബ്ലക്സ് കളിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി കമൻറ്റ് ചെയ്യാം. രാത്രി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവിടെ രാത്രിയിൽ നോക്കിയിങ്ങനെ ഒന്നും പറ്റത്തില്ലായിരിക്കും. നമ്മുടെ ഇത് ഫുള്ളായിട്ടുണ്ട്. സാക്കിലും എല്ലാം കൊണ്ട് നമ്മുടെ ചെങ്ങാലത്ത് കൊണ്ടുവരട്ടെ. ഇവിടെ നമുക്ക് ഒരാളെ കൊന്നപ്പോൾ ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തോ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താ എനിക്കറിഞ്ഞൂടാ, എങ്ങോട്ടുള്ള വഴിയാണെന്ന് എനിക്കറിഞ്ഞൂടാ.
ഇവിടെ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് ലാർജ് സാക്കാണ്. ലാർജ് സാക്കിൽ എത്ര ഐറ്റംസ് കൊള്ളൂ നോക്കട്ടെ ഞാൻ. നമുക്ക് എന്തെങ്കിലും പോയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ഐറ്റംസ് ലാർജ് സാക്കിൽ കൊള്ളൂന്ന്. ഇവിടെ നമ്മൾ തുറന്നിട്ട് ഇവിടുന്ന് ഇത് എടുത്തിട്ടില്ലായിരുന്നു. ലാർജ് സാക്കിൽ 15 സാധനങ്ങൾ ലാർജ് സാക്കിൽ കൊള്ളും. ഇത് ചെയറൊക്കെ കിടക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാം. അപ്പം നിങ്ങൾക്കിനി ഏത് ഗെയിം കളിക്കണമെന്നും ഇനി നിങ്ങൾക്ക് ഏത് കോണ്ടൻ്റാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങളതൊക്കെ ചെയ്യുന്നതായിരിക്കും. മറക്കാതെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത ഐലൻഡിലോട്ട് പോവാം. ഇവിടെ എന്തോ കാണുന്നുണ്ട്. നമുക്ക് ഡേ 2 ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്തുകൊണ്ട് 2 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫുഡിൻ്റെ ഒരു സ്ഥലം കാണുന്നില്ല. അതിവിടെ ഫുഡിൻ്റെ അളവാണ്. അപ്പോൾ നമുക്ക് ഫുഡ് നോക്കാം. അപ്പോഴുണ്ട് ഇവിടെ തോട്ടം. അപ്പം തോട്ടത്തിൻ്റെ മാപ്പായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഐലൻഡിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്താൽ എന്തൊക്കെയോ നടക്കും. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് കൊല്ലാം. എൻ്റെ ഹെൽത്ത് കുറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് കുറയുന്നില്ല. മഴ പെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഫയറിൻ്റേത് കുറയുമായിരിക്കും. ഇതാണ് തോട്ടം. നമുക്ക് തോട്ടം എടുക്കാം. തോട്ടം എടുത്തിട്ടുണ്ട്. കുറേ മാനൊക്കെ നിൽപ്പുണ്ട്. തോട്ടം എടുത്തിട്ട് സ്റ്റോർ ചെയ്യാം. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ തോട്ടം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് ക്രാഫ്റ്റിംഗ് ബെഞ്ചിൽ ഇടാം. ഇവിടെ ബ്ലോക്സ് ഓൾഡ് റോഡ് വെച്ച് മീനെ പിടിച്ചിട്ടുണ്ട്. ഫ്ലോറ് താണ്ട് ചരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഐലൻഡിലോട്ട് പോവാം. നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ വുഡൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പം അതൊക്കെ പോയിട്ട് നമുക്ക് എടുക്കാം. ആഡ്സാക്ക് ഉണ്ടായാൽ നമുക്ക് 15 ഐറ്റംസ് കൊള്ളും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഓരോന്നും എടുക്കാം. അപ്പോൾ ഗായ്സ്, എന്തായാലും ഈ വീഡിയോയിൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അങ്ങനെ പറയാണ്. റോബ്ലോക്സിൽ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്നും കൂടെ പറയുക. ഇവിടെ ചിക്കനും പന്നിയൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് അവിടെ കൊല്ലാൻ പറ്റും. ഗൈസ്, നമുക്ക് അവിടെ കൊല്ലാം. കൊന്നിട്ട് നമുക്ക് ഫുഡ് എടുക്കാമേ. പന്നി ഓടി. ചിക്കൻ ഫില്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് നമുക്ക് ഇതിൻ്റെ വറക്കാം. ഓക്കെ, നമുക്ക് വറുത്ത് കഴിക്കാൻ. എന്തെങ്കിലും ഫുഡ് നല്ല കുറവാണ്. ബണ്ണി നിപ്പുണ്ട്. പക്ഷെ ബണ്ണിയെ അടിക്കാൻ നല്ല പാടുണ്ട്. രാത്രിയായി. ഇവിടെ എന്തോ ക്രാക്കൻ ഗ്രോ സ്ട്രോങ്ങർ എന്ന് പറയുന്നുണ്ട്. ഗായ്സ്, നമ്മൾ ഇവിടെ എന്തോ ഒരു ജീവി ഇങ്ങനെ നിന്നിട്ടുണ്ട്. എന്തായാലും മോൺസ്റ്ററാണ്. ഈ മോൺസ്റ്റർ എൻ്റെ അറിവിൽ ഈ ഒരു സർക്കിൾ എന്നാൽ നമ്മൾ ഫയർ ലെവൽ കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു സർക്കിള് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു സർക്കിളിന് പുറത്തോട്ട് പോയാലേ ഈ ഒരു മോൺസ്റ്റർ വന്ന് നമ്മളെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അയണും കിട്ടുന്ന വുഡും ഒക്കെ കൊണ്ട് ക്രാഫ്റ്റിംഗ് ബെഞ്ചിൽ ഇട്ടാൽ നമുക്ക് കുറേ സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. എയർ ഡ്രോപ്പ്, ഫ്ലോറ്, ലോക്കൗട്ട് മാസ്റ്റ്, സെയില്, ആങ്കർ, വുഡൻ സ്റ്റോറേജ്, ക്രാഫ്റ്റിംഗ് ബെഞ്ച് 2. അപ്പോൾ
അങ്ങനെ കുറേ കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ വേണ്ട സ്ഥലത്തോട്ട് വണ്ടിയൊക്കെ തിരിച്ച് നിർത്താൻ പറ്റും. അതുകൊണ്ട് ആ മോൺസ്റ്റർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ദൂരെ പോയി. പക്ഷേ ഞാൻ ഈ മോൺസ്റ്റർ വന്നിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കുറേ ദൂരെയാണ്. ഓക്കേ. ഓ, നമുക്ക് ഈ ടോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ കൂടും. നല്ലൊരു കാര്യമാണ്. ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദിവസം കഴിയും. മഷ്റൂമൊക്കെ നമുക്ക് ഈറ്റ് ചെയ്യാം. നമുക്ക് ഒന്നിനെയും കൊല്ലാതെ തന്നെ നമുക്ക് ഫുഡ് കിട്ടാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ടോട്ടം എടുത്തതുകൊണ്ട് ഇത് ഈ ഒരു ഐലൻഡേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് രാത്രിയിൽ അവർ വരും നമ്മുടെ കയ്യിൽ നിന്ന് ടോട്ടം എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ നമ്മൾ ടോട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഇന്ന് രാത്രിയിലേക്ക് നമ്മുടെ മിഷൻ. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ട് 1 ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ പോയി കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. ബൈ ബൈ.